ഫയൽ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇവിടെ മലയാള സർവകലാശാല ഉണ്ടാക്കുമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അത് ഉണ്ടാക്കാനുള്ള ഭാഗ്യം നിയോഗം കിട്ടിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനാണ്. പവിത്രമായ സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി സ്പെഷ്യൽ ഓഫീസർ നിയമിച്ചു. യൂണിവേഴ്സിറ്റി വന്നു. ആ യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം അവിടെ പറഞ്ഞ ഡേറ്റ് നവംബർ 1 ഉദ്ഘാടനം ചെയ്തു. 100 ദിവസം കൊണ്ട് പ്രീ ഫാബ്രിക്കേഷനായി യൂണിവേഴ്സിറ്റി എല്ലാ സംവിധാനവും ഒരുക്കി. സ്ഥലം ആവശ്യമാണെന്ന് വന്നപ്പോ 25 ഏക്കർ ജനങ്ങൾ പിരിവെടുത്ത് വാങ്ങി ഗവൺമെന്റ് കോളേജ് നിർമ്മിക്കാൻ വേണ്ടി നൽകിയ ആ കോളേജിന്റെ ക്യാമ്പസിൽ തന്നെ 5 ഏക്കർ ഭൂമി അനുവദിച്ചു. അന്ന് അതിനെ എതിർപ്പ്, ഇടതുപക്ഷത്തിന് എതിർപ്പ് പറഞ്ഞിരുന്നു. ആ 5 ഏക്കർ ഭൂമിയിൽ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുക, സന്തോഷമില്ല. ആ 2012 തന്നെ ആദവനാട് വില്ലേജ് 100 ഏക്കർ ഭൂമി എടുക്കാൻ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തു. ആ ഭൂമി എടുത്തപ്പോ പരിസരവാസികൾ വലിയ ബഹളം വെച്ചു. ബഹളം വെച്ചപ്പോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു, വിവാദമായിട്ടുള്ള ഒരു ഭൂമി ഞങ്ങൾക്ക് ആവശ്യമില്ല, വിവാദമില്ലാത്ത ഭൂമിയെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിയ ഭൂമി എവിടെയാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ കലക്ടറെ ചുമതലപ്പെടുത്തി. അത് പ്രകാരം ഒരുപാട് അപേക്ഷകൾ വന്നു. അപേക്ഷകൾ വന്ന് ആ ഘട്ടത്തിലാണ് മാർച്ച് 1 തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഏപ്രിൽ മാസം അവസാനം ഞാൻ അറിയുന്നു, തൊട്ടു മുമ്പിലത്തെ മാസം അവിടെ കലക്ടർ അപേക്ഷ കിട്ടിയതിൽ ഒരു വിഭാഗത്തെ മാത്രം യോഗം വിളിച്ചുകൂട്ടി 1,70,70,000 രൂപ വിലയിട്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുന്നുണ്ട് വിവരം കിട്ടിയതിനെ തുടർന്ന് രേഖാമൂലം ഒരു പരാതി എഴുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കും ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്കും അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറിക്കും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും ഞാൻ രേഖാമൂലം കത്ത് കൊടുത്തു. മുഖ്യമന്ത്രി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഗൗരവമായി അന്വേഷിക്കും, റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം ജൂൺ 26-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് വരുന്നത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യമായി രേഖ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആധികാരികമായി ഞാൻ പറയുന്നു, ജൂൺ 26-ാം തീയതി വന്നു എന്ന് മാത്രമല്ല, ഇതിന്റെ നടപടിക്രമമായി മുന്നോട്ട് പോയപ്പോ ഇത് എല്ലാ ഭൂമി ഇതിനേക്കാൾ വില കുറച്ച ഭൂമി ഉണ്ട് എന്ന് ബന്ധപ്പെട്ടവർ വീണ്ടും മാസ് പെറ്റീഷൻ അടക്കം മുഖ്യമന്ത്രിക്ക് വന്നു. വീണ്ടും അന്വേഷണത്തിന് വേണ്ടി വിട്ടു. അങ്ങനെ അവിടെ മുതൽ ഇതുവരെ നടന്ന എല്ലാ നടപടികളും പൂർത്തിയായി. അവസാനം വിലക്കെടുത്തതും ആദ്യമായി ഗവൺമെന്റിലേക്ക് അയച്ചപ്പോഴും ഈ ഗവൺമെന്റിന്റെ ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഭൂമി അമിതമായ വില കൊടുത്തു വാങ്ങി? അവിടെ സെന്റിന് 10,000 രൂപയാണ് സാർ പരമാവധി വില. ആ 10,000 രൂപ ഭൂമി മാത്രമല്ല, വെള്ളക്കെട്ടും മായക്കെട്ടുമാണ്. ആ ഭൂമിയാണ് 1,60,60,000 രൂപ വിലക്ക് ഇപ്പോൾ വിലക്കെടുത്തിട്ടുള്ളത്. 4 ഏക്കർ ഭൂമി, 4 ഏക്കർ ഭൂമി. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ശരിയില്ലെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ആണെങ്കിൽ മന്ത്രി രാജിവെക്കാൻ തയ്യാറുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ജീവിക്കുന്ന തെളിവുണ്ട് സാർ. ഞാൻ പറഞ്ഞിട്ട് ഈ യഥാർത്ഥത്തിൽ സർ അദ്ദേഹത്തിന് സത്യം മിഥ്യയാക്കിയും സത്യം കളവാക്കി പറയാനൊക്കെ അയാളെ വിരുദ്ധ ഞാൻ ഒരിക്കലും എതിർക്കുന്നില്ല. കാരണം ഞാൻ ഈ 3-ാം തവണയാണ് സർ ഇവിടെ നിയമസഭയിൽ വരുന്നത്. ഞാൻ ഈ നിയമസഭയിൽ അംഗമായിരിക്കെയാണ് അദ്ദേഹം ഇല്ലാത്ത ഒരു നിസ്സാരമായ വിഷയം. ഇവിടെ ലീഗ് MLA മാർക്കൊന്നും താടിയില്ല, ഇസ്ലാമിൽ താടി വെക്കണമെന്നില്ല. ലീഗ് സർ, ഞാൻ 21 വർഷമായി താടി വളർത്തുന്ന എന്നെ അടക്കം ഇവിടെ ഇല്ല. മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അദ്ദേഹത്തെ മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല സർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ നിയമസഭയിൽ അംഗമാണ്, അംഗമായിരിക്കാണ് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് 2 മിനിറ്റ് കൊടുത്ത് എനിക്കും വേണം, വേണ്ട. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നു സാർ, ഇവിടെ ഈ ഗവൺമെന്റ് വന്നു, അദ്ദേഹത്തിന് വളരാനും ഉയരാനും വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. പക്ഷേ ലീഗിന്റെ മുകളിൽ കുതിര കയറി ഞങ്ങൾ ചെയ്ത നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ അങ്ങനെ വാക്കുകൊണ്ട് കഴിയില്ല. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തിയെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നത് മുല്ലാ നസ്രുദ്ദീന്റെ കഥയാണ് സാർ. മുല്ലാ നസ്രുദ്ദീൻ താടി വഹിക്കാൻ വേണ്ടി ഒരു ഷൗരക്കടയിൽ കയറി. അദ്ദേഹം ചെന്നു ഷൗര് തുടങ്ങി. അദ്ദേഹം താടി വഹിക്കാൻ തുടങ്ങിയപ്പോ മുറിയും തുടങ്ങി. അങ്ങനെ പഞ്ഞി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരുന്നു. പകുതി വെച്ച് ഇതായപ്പോ അദ്ദേഹം നിർത്തി മതി മതി അറിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോ ആകെ പരുത്തി കൃഷി കാട്ട്. അദ്ദേഹം പറഞ്ഞു,
ഇനി മതി ഇനി ഞാൻ ഇപ്പോഴത്തെ ഭാഗം ബാർലി കൃഷി ചെയ്തോളാം എന്ന് പറഞ്ഞ മുല്ല നസ്രുദ്ദീന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ എല്ലാം ശരിയാക്കി ഒന്നുമില്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഈ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടത് ഈ കഴിഞ്ഞ ജൂൺ 1-ാം തീയതി ഈ ഭൂമി എടുക്കാൻ വേണ്ടി അതിനേക്കാൾ വില കുറച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടും കോടതി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതെല്ലാം മറികടന്ന് വാങ്ങിയ കാര്യം അന്ന് ഇവിടെ കൃത്യമായി മറുപടി പറയണം. അതിന് ബദലമായിട്ടുള്ള എല്ലാ രേഖയും സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ രേഖയുണ്ട്. നീ വില അവരെ 10,000 രൂപ താഴെയുള്ളൂ എന്നതിന് വ്യക്തമായ രേഖയുണ്ട്. അതുകൊണ്ട് ഗൗരവമായി അക്കാര്യം ഉൾക്കൊള്ളണമെന്ന് പറയാനും ഈ ഗവൺമെന്റ് ഇങ്ങനെ ഒന്നും ചെയ്യാതെ കടന്നു പോകുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇനിയെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരുത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല പരിപാടികളുമായി മുന്നോട്ട് പോകാൻ മുന്നോട്ട് വരണമെന്നും അതില്ലാത്ത സാഹചര്യത്തിൽ ഈ ധനാഭ്യയത്തെ